നമസ്കാരം. എറണാകുളം ജില്ലയിലെ അങ്കമാലി കേന്ദ്രീകരിച്ച് വലിയ മുന്നേറ്റമുണ്ടാക്കിയ, സാമ്പത്തികമായി വലിയ ഉന്നതിയിലെത്തിയ ഒരു ബിസിനസ് സംരംഭമാണ് മൂലൻസ് ഗ്രൂപ്പ്. അങ്കമാലിക്കാർക്കും ചാലക്കുടിക്കാർക്കും പെരുമ്പാവൂരുകാർക്കും ഒക്കെ മൂലൻസ് ഗ്രൂപ്പ് സുപരിചിതമാണ്. അവർക്ക് ധാരാളം സൂപ്പർ മാർക്കറ്റുകളും മറ്റ് സ്ഥാപനങ്ങളും ഈ പ്രദേശത്തൊക്കെ ഉണ്ട് എന്ന് മാത്രമല്ല, സൗദി അറേബ്യയിൽ അവരുടെ സാന്നിധ്യം വളരെ ശക്തമാണ്. മൂലൻ ദേവസി എന്ന് പറയുന്ന ഒരു സാധാരണ മനുഷ്യന്റെ മക്കൾ അവരാണ് തൻ്റെ പിതാവിനൊപ്പം ചേർന്ന് മൂലൻ സാമ്രാജ്യം കെട്ടിപ്പൊക്കിയത്. കോടികളുടെ ആസ്തിയും കോടികളുടെ കച്ചവടവും ഇവർക്കുണ്ട്. എന്നാൽ കഴിഞ്ഞ ദിവസം പത്രങ്ങളിൽ ഒരു വാർത്ത വന്നു. മൂലൻസ് ഗ്രൂപ്പിന്റെ ഏതാണ്ട് 40 കോടി രൂപ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടിയെന്നായിരുന്നു വാർത്ത. മൂലൻസ് ഗ്രൂപ്പ് സൗദി അറേബ്യയിലേക്ക് ബിസിനസ് ആവശ്യത്തിന് എന്ന പേരിൽ അനധികൃതമായി പണം കടത്തിയതുമായി ബന്ധപ്പെട്ടാണ് പലയിടങ്ങളിലുമുള്ള സ്വത്തുക്കൾ കണ്ടുകെട്ടിയതെന്ന് പത്രങ്ങളിൽ വാർത്ത വരുന്നു. വാസ്തവത്തിൽ ഈ സ്വത്ത് കണ്ടുകെട്ടി എന്നത് തെറ്റായ ഒരു വ്യാഖ്യാനമാണ്. ഒരു സ്വത്തും കേസന്വേഷണം പൂർത്തിയാവാതെ ഒരു ഏജൻസിക്കും കണ്ടുകെട്ടാൻ അവകാശമില്ല. അവർ ചെയ്യുന്നത് അറ്റാച്ച് ചെയ്യുകയാണ്. അറ്റാച്ച്മെന്റ് എന്ന് പറഞ്ഞാൽ അതിന് വിലക്ക് ഏർപ്പെടുത്തുകയാണ്. അത് കണ്ടുകെട്ടലല്ല. ഈ ഒരു അന്വേഷണ ഏജൻസി ഒരു സ്വത്ത് അറ്റാച്ച് ചെയ്താൽ അതിലെ മാധ്യമങ്ങൾ കണ്ടുകെട്ടൽ എന്ന് പറഞ്ഞ് ആഘോഷിക്കുന്നതല്ലാതെ വാസ്തവത്തിൽ അത് പൂർണ്ണമായും അവർക്ക് നഷ്ടപ്പെടുന്നില്ല. അതിന്റെ ഉടമസ്ഥാവകാശം ആരുടെ പേരിലാണോ അവർക്ക് തന്നെയാണ്. അറ്റാച്ച് ചെയ്തതിനർത്ഥം ഇത് വിൽക്കാനോ പണയപ്പെടുത്താനോ കൈമാറ്റം ചെയ്യാനോ സാധ്യമല്ല എന്നതാണ്. കേസ് തീരുന്നത് വരെ അത് അങ്ങനെ തന്നെ കിടക്കും. അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അടക്കമുള്ളവ നിരോധിക്കപ്പെടാം. ഇവിടെ മൂലൻസ് ഗ്രൂപ്പിന്റെ ഒരുമാതിരിപ്പെട്ട സ്വത്തുക്കളെല്ലാം അറ്റാച്ച് ചെയ്തിരിക്കുന്നു. അവർക്ക് ഇനി ഒരു ക്രയവിക്രയവും സാധ്യമല്ല. എന്നാൽ മൂലൻസ് ഗ്രൂപ്പിന്റെ ബിസിനസ്സിന് നിരോധനമില്ല. മൂലൻസ് ഗ്രൂപ്പിന്റെ ബിസിനസ് അക്കൗണ്ടുകൾ മരവിപ്പിച്ചിട്ടുമില്ല. ഇതാണ് വാസ്തവം. അതുകൊണ്ട് മൂലൻസ് ഗ്രൂപ്പ് പൂട്ടിപ്പോയി എന്നാരും കരുതേണ്ടതില്ല. യഥാർത്ഥത്തിൽ മൂലൻസിന് സംഭവിച്ചത് എന്താണ്? അവർ അനധികൃത ഇടപാടുകൾ നടത്തിയോ? അവരുടെ സ്വത്തെല്ലാം നഷ്ടപ്പെട്ടോ? മൂലൻസ് ഗ്രൂപ്പ് പൂട്ടപ്പെടുമോ എന്ന് അന്വേഷിച്ചപ്പോൾ വളരെ കൗതുകമുണർത്തുന്ന കാര്യങ്ങളാണ് കേട്ടത്. ദേവസിക്ക് മക്കൾ 7 4 ആൺമക്കളും 3 പെൺമക്കളും. പെൺമക്കളിൽ ഒരാൾ കന്യാസ്ത്രീയാണ്. 2 പേരെ കെട്ടിച്ചു വിട്ടു. ദേവസിയുടെ മൂത്ത മകൻ വർഗീസ് ആണ് ആദ്യം സൗദി അറേബ്യയിലേക്ക് ജോലി തേടി പോകുന്നത്. സൗദിയിൽ ചെന്ന് ഏതാണ്ട് 93 വിസ തട്ടിപ്പ് കേസിൽ പ്രതിയാകുന്നു. ദേവസിയുടെയും മക്കളുടെയും ഭൂസ്വത്തുക്കളടക്കം എല്ലാം ഇല്ലാതാകുന്നു. ഈ വിസ തട്ടിപ്പ് കേസ് തീർക്കുന്നതിന് വേണ്ടി സകല സ്വത്തുക്കളും നഷ്ടപ്പെടേണ്ട സാഹചര്യം ഉണ്ടാകുന്നു. പിന്നീട് വർഗീസ് സൗദിയിൽ തന്നെ തുടർന്ന് ചെറിയ തോതിൽ ബിസിനസ് ആരംഭിക്കുന്നു. അതൊക്കെ നഷ്ടത്തിലായിത്തീരുന്നു. ദേവസി മക്കളെല്ലാം ഒരുമിച്ച് ചേർത്ത് അങ്കമാലി കേന്ദ്രീകരിച്ചുകൊണ്ട് മൂലൻസ് എന്ന പേരിൽ തന്നെ എല്ലാ മക്കളെയും ഒരുമിപ്പിച്ച് ചേർത്തുകൊണ്ട് ദേവസി നേതൃത്വം കൊടുക്കുന്ന സംരംഭം തുടങ്ങിയാണ്. അങ്ങനെ മൂത്ത മകൻ വർഗീസ് സൗദിയിലുള്ളത് കൊണ്ട് അവിടേക്ക് ഫുഡ് പ്രോഡക്റ്റുകൾ, നമുക്കറിയാം ലോകത്തെല്ലായിടത്തും മലയാളികളുണ്ട്, അവിടേക്കൊക്കെ ഫുഡ് പ്രോഡക്റ്റുകൾ കയറ്റി വിടണം. എല്ലാ ഫ്രോസൺ ഫുഡ്സിനും വലിയ ഡിമാൻഡാണ്. ഇപ്പം ബിശ്വാസ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് പാലായ്ക്ക് സമീപം രാമപുരത്ത് വലിയ തോതിൽ ലോകമെമ്പാടും സാധനങ്ങൾ കയറ്റി അയക്കുന്നുണ്ട്. ഡെയിലി ഡിലൈറ്റ് എന്ന് പറയുന്ന ഒരു കമ്പനി സാധനങ്ങൾ കയറ്റി അയക്കുന്നു. വലിയ ഡിമാൻഡാണ്. ഇത്തരത്തിൽ ഫ്രോസൺ ഫുഡ്സ് അടക്കം കറി പൗഡറുകൾ അടക്കം മലയാളികൾക്ക് വേണ്ട സാധനങ്ങൾ കേരളത്തിൽ നിന്നും കയറ്റുമതി ചെയ്ത് സൗദിയിലേക്ക് കൊണ്ടുപോകുന്നു. സൗദിയിലെ മലയാളികൾക്ക് വിതരണം ചെയ്യുന്ന ബിസിനസ് ശൃംഖലയാണ് മൂലൻസ് ഗ്രൂപ്പ് ആരംഭിച്ചത്. അത് പെട്ടെന്ന് വളർന്നു. സഹോദരങ്ങളുടെ ബിസിനസ് വലിയ തോതിൽ പടർന്നു പിടിച്ചു. ഇവർക്ക് ഒരുപാട് ബിസിനസ് സംരംഭങ്ങളുണ്ടായി. കോടികളുടെ സ്വത്തുക്കളുണ്ടായി. 4 ആൺമക്കളിൽ 2 പേർ സൗദിയിലും 2 പേർ നാട്ടിലുമായിരുന്നു. ചിലർ ഇങ്ങോട്ട് വരും, ചിലർ അങ്ങോട്ട് പോകും. പക്ഷേ സൗദിയിലെ ബിസിനസ് നിയന്ത്രിച്ചിരുന്നത് മൂത്ത മകൻ വർഗീസ് ആയിരുന്നു. അതിനിടയിൽ വർഗീസ് ചില അസ്വാരസ്യങ്ങൾ കാണിക്കുന്നു. ഒരുമിച്ചാണ് കമ്പനി, ഒരുമിച്ചാണ് അക്കൗണ്ട്, ആരും അവരുടേതായി ഒന്നും എടുക്കുന്നില്ല. എന്നാൽ എല്ലാവർക്കും എല്ലാം എടുക്കാവുന്ന സാഹചര്യം. പിതാവാണ് ഇവരെ ഒരുമിപ്പിക്കുന്ന ഘടകം. ഇതിനിടയിൽ മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി എല്ലാ മക്കളും നാട്ടിലായിരുന്നപ്പോൾ സൗദിയിലുണ്ടായിരുന്ന വർഗീസ് ഏതാണ്ട് 6 കോടിയിലധികം രൂപ വ്യക്തിപരമായ അക്കൗണ്ടിലേക്ക് മാറ്റി എന്ന് പിതാവ് കണ്ടെത്തുന്നു. ഇതോടുകൂടി സഹോദരങ്ങൾ തമ്മിൽ ഭിന്നത ആരംഭിക്കുന്നു. ഈ ഭിന്നതയെ തുടർന്ന് ചില മധ്യസ്ഥരുടെ സഹായത്തോടുകൂടി സ്വത്തുക്കൾ പങ്കുവയ്ക്കാൻ തീരുമാനിക്കുന്നു. അതേ തുടർന്ന് ന്യായമായ അവകാശങ്ങൾ നേടിക്കൊണ്ട് വർഗീസ് പുറത്തു പോകുന്നു. ബാക്കി 3 സഹോദരങ്ങൾ ബിസിനസ് തുടരുന്നു. 2 സഹോദരിമാർ ഇതിന്റെ ഭാഗമായി മുമ്പോട്ട് പോകുന്നു. പുറത്തുപോയ വർഗീസ് മൂലൻസ് എന്ന പേരിൽ പുതിയ സ്ഥാപനം തുടങ്ങുന്നു. അതും വളരുന്നു. എന്നാൽ വർഗീസും സഹോദരങ്ങളും തമ്മിലുള്ള തർക്കം മുമ്പോട്ട് പോകുന്നു. ഈ കരാർ ഒരിക്കലും പൂർത്തിയാകുന്നില്ല. പലപ്പോഴും ഇവർ തമ്മിൽ ഭിന്നതയാകുന്നു. പല മധ്യസ്ഥരും ഇടപെടുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും കേസുകളാകുന്നു. ധാരാളം കേസുകൾ, വ്യാജരേഖകൾ ഉണ്ടാക്കിയത് അടക്കമുള്ള ധാരാളം കേസുകൾ ഉണ്ടാവുന്നു. ഈ കേസുകളോടെ ഇവർ തമ്മിലുള്ള ഭിന്നതയുമായി മുമ്പോട്ട് പോകുന്നു. അതേസമയം വർഗീസ് മൂലൻസ് ഗ്രൂപ്പും ഒരേപോലെ തന്നെ വളർന്നുകൊണ്ടിരിക്കുന്നു. മിക്ക കേസുകളും തന്നെ വർഗീസിന്റെ ഭാഗത്ത് വീഴ്ചയാണെന്ന് തിരിച്ചറിഞ്ഞ് മൂലൻസ് കുടുംബം കുറ്റവിമുക്തരാകുന്നു. പക്ഷേ വർഗീസ് പുതിയ കേസുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ സ്വന്തം ചേട്ടൻ തന്നെ അനിയന്മാർക്കെതിരെ പരാതിപ്പെടുകയും
പാരവെക്കുകയും ചെയ്തതോടെ മൂലൻസ് ഗ്രൂപ്പ് വലിയ പ്രതിസന്ധിയിലേക്ക് പോകുന്നു. അതിനിടയിൽ വ്യാജരേഖകളുടെ സഹായത്തോടെ എന്ന് സഹോദരങ്ങൾ ആരോപിക്കുന്ന തരത്തിൽ മൂലൻസ് ഗ്രൂപ്പിനെതിരെ ഒരു പരാതി ഇഡിക്ക് പോവുകയാണ്. ഇഡി പലപ്പോഴും കേസെടുക്കുന്നത് അനധികൃതമായ സാമ്പത്തിക ഇടപാടുകളുടെ പേരിലാണ്. ഫെമ നിയമമാണ് ഇഡിയുടെ ഏറ്റവും വലിയ ആയുധം. വിദേശത്തേക്കുള്ള പണമിടപാടുകൾ, വിദേശത്തു നിന്നുള്ള പണമിടപാടുകൾ, അതിന് കൃത്യമായ നോംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട്. ഈ നോംസും കണ്ടീഷൻസും പാലിച്ചില്ലെങ്കിൽ ഇഡിക്ക് കേസെടുക്കാം. മൂലൻസ് ഗ്രൂപ്പിന് നേതൃത്വം കൊടുക്കുന്ന സഹോദരങ്ങൾക്കെതിരെ, മൂലൻസ് ഗ്രൂപ്പിനെതിരെ വിപിനൻ എന്നു പേരുള്ള കൊല്ലത്തുള്ള ഒരാൾ ഒരു പരാതി ഇഡിക്ക് കൊടുക്കുന്നു. വിപിനനും ഇവരും തമ്മിൽ ഒരു ബന്ധവുമില്ല. വിപിനൻ ഒരു മാധ്യമ പ്രവർത്തകനാണെന്ന് പറയപ്പെടുന്നു. വിപിനന്റെ പിന്നിൽ ഇവരുടെ മൂത്ത സഹോദരനായ വർഗീസ് മൂലനാണെന്നാണ് സഹോദരങ്ങൾ ആരോപിക്കുന്നത്. സൗദിയിലെ കമ്പനിയുടെ എല്ലാ ഇടപാടുകളുടെയും വിശദാംശങ്ങൾ, രേഖകൾ അവ സഹിതമാണ് വിപിനൻ പരാതിപ്പെട്ടത്. എന്ന് മാത്രമല്ല, അറബിയിലുള്ള രേഖകളൊക്കെ മൂലൻസ് ഗ്രൂപ്പിന് എതിരാവുന്ന തരത്തിൽ വിവർത്തനം ചെയ്താണ് ഇഡിക്ക് കൈമാറിയത്. ആ തെറ്റായ വിവർത്തനമാണ് ഒരു പരിധിവരെ ഇഡിയെ കുഴപ്പത്തിലാക്കിയത്. ഇതൊക്കെ വർഗീസ് മൂലൻ വേറൊരാളെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ് എന്നാണ് സഹോദരങ്ങൾ ആരോപിക്കുന്നത്. ഇഡിക്ക് കേസെടുക്കാൻ ഇവിടെ ഒരു കേസുണ്ടായാൽ മതി. ക്രൈംബ്രാഞ്ച് അടക്കമുള്ള അന്വേഷണ ഏജൻസികൾ ഈ ഗ്രൂപ്പിനെതിരെ വർഗീസ് മൂലൻ കൊടുത്ത പരാതിയുടെ പുറത്ത് നേരത്തെ അന്വേഷിച്ചിരുന്നു. ആ കേസുകളിൽ ഒന്നിന്റെ പുറത്ത് ഇഡി കേസെടുക്കുന്നു. ആ കേസിന്റെ ഭാഗമായാണ് 40 കോടിയുടെ തിരിമറി നടന്നിട്ടുണ്ട് എന്ന് സംശയിച്ചുകൊണ്ട് ഇപ്പോൾ ഈ സ്വത്തുക്കൾ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. മൂലൻസ് ഗ്രൂപ്പ് പറയുന്ന ഒരു തിരിമറിയും നടന്നിട്ടില്ല എന്നാണ്. നേരത്തെ ഏതെങ്കിലും ഒരു അറബി ആയിരിക്കണമായിരുന്നു സൗദി അറേബ്യയിൽ ബിസിനസ് നടത്തേണ്ടത്. വിദേശികളുടേതാണ് ബിസിനസ്, പക്ഷേ സ്പോൺസർ എന്ന നിലയിൽ അറബി ഉണ്ടാവും. എന്നാൽ MBS ചുമതലയേറ്റതോടെ സൗദിയിലേക്ക് ബിസിനസ് ചെയ്യാൻ ആളുകൾ കൂടുതൽ എത്താൻ, സുതാര്യമാവാൻ ചില മാറ്റങ്ങൾ കൊണ്ടുവന്നു. അതനുസരിച്ച് ഒരു സൗദി പൗരനെ വിദേശ പൗരനുമായി പങ്കാളിത്തത്തിൽ ബിസിനസ് ചെയ്യാം. എത്ര പങ്കാളിത്തം വേണമെങ്കിലും കൊടുക്കാം. എന്നാൽ 27 മില്യൺ റിയാൽ ആയിരിക്കണം അടിസ്ഥാന മൂലധനം. അങ്ങനെ നേരത്തെ മുതൽ മൂലൻസ് ഗ്രൂപ്പ് അവിടെ നടത്തിക്കൊണ്ടിരുന്ന ബിസിനസ് അന്ന് അവരുടെ പാർട്ണറായിരുന്ന ആളോട് ചേർന്നുകൊണ്ട് അയാൾക്ക് 25%, 75% മൂലൻ ഗ്രൂപ്പിനും കൊടുക്കുന്ന തരത്തിൽ പുതിയ സംരംഭമായി മാറി. 27 മില്യനാണ് മൂലധനം വേണ്ടത്. 7 മില്യൺ അറബി കണ്ടെത്തുന്നു, അറബിയുടെ ബിസിനസ്സായി കൊണ്ടുപോകുന്നു. 20 മില്യന് തുല്യമായി 75% ഓഹരി കേരളത്തിലെ മൂലൻസ് ഗ്രൂപ്പിന് കൊടുക്കുന്നു. എന്നാൽ ആത്യന്തികമായി പണം അങ്ങോട്ട് മാറ്റിയിട്ടില്ല. കാരണം ഇവരുടെ ബിസിനസ് നേരത്തെ മുതൽ നടക്കുന്നതാണ്. അവിടേക്ക് കൂടുതൽ മൂലധനത്തിന്റെ ആവശ്യമില്ല. കണക്കിൽ ഈ പണം വരാനുള്ളതാണ് എന്ന് കൃത്യമായി ചേർത്തിട്ടുമുണ്ട്. ഈ 20 മില്യൺ കണക്കിൽ പെടാതെ സൗദി അറേബ്യയിലേക്ക് മാറ്റി എന്നാണ് ഇഡിയുടെ ആരോപണം. ഒരു തെളിവും ഇഡിയുടെ കയ്യിലില്ല. ഇഡി അങ്ങനെ സംശയിക്കുന്നു. കാരണം അവിടെ 20 മില്യൺ ഇവർ കൊണ്ടുപോകേണ്ടതാണ്, കൊണ്ടുപോയതിന്റെ രേഖകളില്ല. അത് മാത്രമല്ല, ഇവരുടെ ഭാഗത്തൊരു വീഴ്ച പറ്റിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു ബിസിനസ് സംരംഭം ആരംഭിക്കുമ്പോൾ റിസർവ് ബാങ്കിന്റെ പെർമിഷൻ വാങ്ങേണ്ടതുണ്ട്. അവർ റിസർവ് ബാങ്കിന്റെ പെർമിഷൻ വാങ്ങിയില്ല. അവർ പറയുന്നത് പണം അയക്കുമ്പോൾ പെർമിഷൻ വേണമെന്നറിയാം, പണം അയക്കാത്തത് കൊണ്ട് പെർമിഷൻ ആവശ്യമില്ലെന്ന് കരുതി എന്നാണ്. എന്നാൽ പണം അയച്ചില്ല എന്നത് ദുരൂഹമാണെന്നും ഹവാല ഇടപാടുകളിലൂടെ പണം അവിടെ കണ്ടെത്തിയതിനു ശേഷം കണക്കിൽ കാണിക്കാതെ ഇല്ല എന്ന് പറയുന്നതാണ് എന്നുമാണ് ഇഡിയുടെ ആരോപണം. അതേക്കുറിച്ച് ഇഡി അന്വേഷിക്കുന്നു. ഇഡി പണം ഇവർ ഏതെങ്കിലും തരത്തിൽ ഹവാല ഇടപാടിലൂടെ മാറ്റി എന്ന് കണ്ടെത്തിയാൽ മൂലൻസ് ഗ്രൂപ്പ് പ്രതിസന്ധിയിലാവും. പക്ഷെ അവർ പറയുന്നു അങ്ങനെ ഒരു ഇടപാട് നടന്നിട്ടില്ല. നേരത്തെ മുതൽ നടന്നുകൊണ്ടിരിക്കുന്ന ബിസിനസ്സാണ്. ആ ബിസിനസ്സിൽ മൂലധനത്തിന്റെ ആവശ്യമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അത്തരമൊരു സാമ്പത്തിക ഇടപാട് നടന്നിട്ടില്ല. എന്നാൽ മൂല്യനിർണ്ണയം നടത്തിയത് കൊണ്ടും അവിടെ ഒരു സ്വന്തം ബിസിനസ് ആരംഭിക്കാൻ 27 മില്യൺ കാണിക്കേണ്ടത് കൊണ്ടുമാണ് അങ്ങനെ ഒരു കണക്കുണ്ടാക്കിയത് എന്നാണ്. എന്തായാലും ഇഡി ആ കേസ് ഗൗരവമായി എടുത്തിരിക്കുന്നു. ആ കേസിന്റെ അന്വേഷണമാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് അറ്റാച്ച്മെന്റ് ഉണ്ടായിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ സഹോദരന്മാർ തമ്മിലുള്ള ഭിന്നത നല്ല നിലയിൽ പ്രവർത്തിച്ച അങ്കമാലിയിലെ മൂലൻസ് ഗ്രൂപ്പിന്റെ അടിവേരുമാന്തുന്ന തരത്തിലേക്ക് വളർന്നിരിക്കുന്നു. മൂത്ത മൂലനായ വർഗീസ് മൂലൻ ഇളയ മൂലന്മാരെ മൂലക്കിരുത്താൻ വേണ്ടി കളത്തിലിറങ്ങിയപ്പോൾ മൂലൻസ് ഗ്രൂപ്പ് വലിയ പ്രതിസന്ധിയെ നേരിടുന്നു. അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ.